ഹലോ ഗൈസ്, എന്നെ പോലെ പഠിക്കുന്നതിൻ്റെ കൂടെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് നിങ്ങളെന്ന് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ പല കമ്പനീസിലും പിന്നെ കുറേ ഇവൻറ്റ്സിലും ക്യാമ്പസ് അംബാസഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഏകദേശം ഒരു 10,000-ൽ കൂടുതൽ ഞാൻ എന്തായാലും ഇതുവരെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. കുറേ പേർക്ക് ഇങ്ങനെ സംഭവം അറിഞ്ഞുകൂടാ. അപ്പോൾ തീർച്ചയായും വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് CA അല്ലെങ്കിൽ ക്യാമ്പസ് അംബാസഡർ? സാധാരണയായിട്ട് കമ്പനികളെല്ലാം വർക്ക്ഷോപ്സ്, ഇവൻറ്റ്സ്, ഇന്റേൺഷിപ്സ്, കോഴ്സുകൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് എത്തിക്കുക എന്നൊരു സിമ്പിൾ റോളാണ് ക്യാമ്പസ് അംബാസഡർമാർ ചെയ്യുന്നത്. ഇതിനുവേണ്ടിയാണ് കമ്പനീസ് ക്യാമ്പസ് അംബാസഡറിനെ നിയമിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് റോൾസാണ് ചെയ്യേണ്ടതെന്നും അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CA എന്താ നിങ്ങൾ മനസ്സിലായി. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് CAയുടെ റോൾ അല്ലെങ്കിൽ ക്യാമ്പസ് അംബാസഡറുടെ റോൾ ചെയ്യേണ്ടതെന്ന്. നമുക്കിത് ലഭിക്കുന്ന ജോലി സിമ്പിളാണ്. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കമ്പനീസ്, ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത കമ്പനിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനീസ് നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി നമുക്ക് അവരുടെ പോസ്റ്ററുകളും ഇവൻസിൻ്റെ ഡീറ്റെയിൽസും അയച്ചു തരും. നമ്മളിതിനകത്ത് നമുക്കൊരു റെഫറൽ കോഡ് കാണും. നമ്മൾ ഈ ക്യാമ്പസ് അംബാസഡർമാർക്ക് ഒരു റെഫറൽ കോഡ് കാണും. ഈ റെഫറൽ കോഡ് നമ്മൾ ആ ഒരു ലിങ്കിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് നമ്മുടെ ക്യാമ്പസിലേക്ക് ഷെയർ ചെയ്യുക. ഈ ക്യാമ്പസിലുള്ള സ്റ്റുഡൻസ് നമുക്കറിയാവുന്ന, ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിലുള്ളവർ തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ കമ്മ്യൂണിറ്റീസാണ്, പല കോളേജിലുള്ള കമ്മ്യൂണിറ്റീസാണ്. അങ്ങനത്തെ കോളേജിലെല്ലാം ആ ഒരു ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ ഈ ഒരു തന്നേക്കുന്ന ലിങ്ക് നമ്മുടെ റെഫറൽ കോഡ് ഉൾപ്പെടുത്തിയ സാധനം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ലിങ്ക് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇവൻസിലല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അവരുടെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്താലോ നമ്മൾ ഈ ലിങ്ക് വഴി റെഫറൽ കോഡ് വഴി എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻസെൻറ്റീവ്സ് ആ ഒരു കമ്പനി തരും. ചിലപ്പം ഇത് പെർ പേഴ്സൺ, ഇപ്പം ഒരാളെ റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം ഇൻസെൻറ്റീവ് തരുന്നത്. അല്ലെങ്കിൽ ഒരു മാസം, ഇപ്പം നമ്മൾ ക്യാമ്പസ് അംബാസഡർ ഇപ്പം ക്യാമ്പസ് അംബാസഡർ ഒരു 2 മാസത്തേക്കാണ് നമ്മൾ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ 5,000 രൂപ നമുക്ക് ഈ ഒരു മാസം അവസാനമാകുമ്പോൾ തരും, നമ്മൾ അതിനനുസരിച്ച് വർക്ക് കയറണം എന്നുള്ള ചില കമ്പനീസിൻ്റെ റൂൾസാണ്. ചില കമ്പനീസ്, പൊതുവേ ഞാൻ കണ്ടുള്ള കമ്പനീസ് എല്ലാം ഇതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന റെഫറൽസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻസിന് നമുക്കൊരു ഇൻസെൻറ്റീവ്സ് തരും. അത് ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. ചിലർക്ക് 100 രൂപ ആയിരിക്കും പെർ പേഴ്സൺ, ചില 200 രൂപ ആയിരിക്കും. അപ്പം നമ്മുടെ ജോലി സിമ്പിളാണ്. ജസ്റ്റ് ഷെയർ ചെയ്ത് നമ്മുടെ കോളേജ് ക്യാമ്പസിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കൂട്ടുകാരുള്ള കോളേജ് ക്യാമ്പസിലോ എത്തിക്കുക. അതുപോലെ തന്നെ ചില കമ്പനീസ് നമുക്ക് കോഴ്സുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ചില കമ്പനീസ് കോഴ്സ് സെല് ചെയ്യുന്ന കമ്പനി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സ് സെല് ചെയ്യുന്ന കമ്പനീസ് നമ്മളെ CAs ക്യാമ്പസ് അംബാസഡർമാർക്ക് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ അവരുടെ കോഴ്സുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തരും. പിന്നെ ചിലർ അവരുടെ ഗുഡീസ്, ചില കോട്ട്, അവരുടെ കമ്പനി നെയിം അടിച്ച കോട്ടുകൾ അല്ലെങ്കിൽ ബാക്ക് പാക്സ് അങ്ങനെയൊക്കെ തന്ന് നമ്മളെ ഒരു എൻകറേജ് ചെയ്യിപ്പിക്കാറുണ്ട് ചില കമ്പനീസ് മാത്രം. അപ്പോൾ വീഡിയോ അധികം നീട്ടി പോകുന്നില്ല, കാര്യങ്ങളെല്ലാം ഷോർട്ടായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ക്യാമ്പസ് അംബാസഡറിൻ്റെ റോള്, പിന്നെ ക്യാമ്പസ് അംബാസഡർ എങ്ങനെയാണ് ആവുന്നത്, ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്യാമ്പസ് അംബാസഡറിൻ്റെ പോസ്റ്റുകൾ കണ്ടെത്തുക. ഇപ്പോൾ ക്യാമ്പസ് അംബാസഡർ പല കമ്പനീസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഏതൊക്കെ കമ്പനീസിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഇവൻറ്റ്സിൽ ക്യാമ്പസ് അംബാസഡർ ആയിട്ടുള്ളതെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകാം. അപ്പം IDC സമ്മിറ്റ്, കേരളത്തിൽ തന്നെ ഒരു IDC സമ്മിറ്റ്, ഇന്നോവേറ്റേഴ്സ് ആൻഡ് സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് IDC എന്ന് പറയുന്നത്. അവർ ഒരു സമ്മിറ്റ് നടന്നു NIT കാലിക്കറ്റിൽ വെച്ച്. അതിൻ്റെ ക്യാമ്പസ് അംബാസഡറായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം സെക്കൻഡ് ടോപ്പ് പൊസിഷനിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എനിക്കൊരു 3,000 സംതിങ് രൂപയാണ് അന്ന് എനിക്ക് കിട്ടിയത്. പിന്നീട് ഞാൻ NIT കാലിക്കറ്റിന് തന്നെ തത്വം എന്ന് പറഞ്ഞ ടെക്നോ കൾച്ചർ ഫെസ്റ്റിവലിൻ്റെ ക്യാമ്പസ് അംബാസഡറായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഏകദേശം ഒരു 2,000 രൂപ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഞാൻ 5th പൊസിഷനിലായിരുന്നു. നമ്മുടെ ഒരു റാങ്കിങ് സിസ്റ്റം അവരിടും. ഇപ്പം എത്ര റെഫറൻസ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എത്ര പേര് നമ്മുടെ ആ ലിങ്ക് വഴി എൻ്റർ ചെയ്തു, അതൊക്കെ നമുക്ക് ആ ഒരു അവർ സൈറ്റിൽ കാണാം. ചില കമ്പനീസ് അത് പ്രൊവൈഡ് ചെയ്യാത്തുള്ളൂ. പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് പേസ് ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ടെക് കമ്പനിയാണ്. അപ്പം ഇവരുടെ സംബന്ധിച്ച് കഴിഞ്ഞാൽ കോഴ്സ്, ഇന്റേൺഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തൊരു കമ്പനിയാണ്. അപ്പം അവരുടെ ഇന്റേൺഷിപ്സും വർക്ക്ഷോപ്സും എല്ലാം ഞാൻ എൻ്റെ കോളേജിലേക്ക് ഷെയർ ചെയ്യുന്നു. എൻ്റെ ജോലി അത്രേ ഉള്ളൂ, ജസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ലിങ്ക് വഴി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള പൈസ ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം എനിക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 7,000 പിന്നെ കുറച്ച് ഇൻസെൻറ്റീവ്സ് ആയിട്ട് കൊച്ചു ഗിഫ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. വേറെ കുറച്ച് കൊച്ചു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര പേര് എടുത്തു പറയാൻ പറ്റിയ വലിയ ഇൻസെൻറ്റീവ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞാൻ ഇൻസെൻറ്റീവ്സ് കിട്ടിയെന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത്രയും അല്ലെങ്കിൽ ഇപ്പം 5,000 രൂപയാണെങ്കിലും ഞാൻ വെറുതെ ഇരുന്നത്, ഞാൻ എൻ്റെ ഒരു എക്സാം ടൈമിലായിരുന്നു ഞാൻ ഈ ഒരു പേസ് ലാബിൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ക്യാമ്പസ് അംബാസഡർ ആവുന്നത്. അപ്പം ഞാൻ എക്സാം ടൈമിൽ ജസ്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്യുക മാത്രമേ ഉള്ളൂ. എക്സാമിൻ്റെ കൂടെ തന്നെ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ലിങ്ക് വഴി കുറേ രജിസ്റ്റർ ചെയ്യുന്നു, എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. അപ്പം ഇത് എല്ലാവർക്കും പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റീസുമായി എൻഗേജ് ആയിരിക്കും നിൽക്കുന്നവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. കുറേ വാട്സപ്പ് ഗ്രൂപ്പ്സിൽ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ക്യാമ്പസ് അംബാസഡർ എന്ന് പറയുന്നത്. പിന്നെ
നിങ്ങൾക്കിനി എങ്ങനെ ഇതൊക്കെ അപ്ലൈ ചെയ്യാം, എവിടെ നിന്ന് നിങ്ങൾക്ക് ക്യാമ്പസ് അംബാസഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വേക്കൻസികൾ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം. ഒന്നാമതായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അൺസ്റ്റോപ്പ് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അൺസ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസിനല്ല ഏത് ആൾക്കാർക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് അൺസ്റ്റോപ്പ്. ജോബ്സ് മാത്രമല്ല ഇവൻസും അതിനകത്ത് കാണിക്കും. അപ്പം നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ റെസ്യൂമേ ഒക്കെ കൊടുക്കേണ്ടി വരും. ചില കമ്പനീസ് നമ്മുടെ റെസ്യൂമേ ഒക്കെ ചോദിക്കും. അപ്പം നമ്മൾ റെസ്യൂമേ എല്ലാം ഈ അൺസ്റ്റോപ്പിൽ അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇപ്പം ജസ്റ്റ് സിമ്പിളാണ്. നമുക്ക് ആ ഒരു ക്യാമ്പസ് അംബാസഡർ എന്ന അൺസ്റ്റോപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ക്യാമ്പസ് അംബാസഡർ റോൾസ് പല കമ്പനീസ് കൊടുക്കുന്നതായി കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറി അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ചിലപ്പോൾ ഒരു മെയിൽ വരും, നിങ്ങളുടെ ബാക്കി പ്രൊസീജിയർ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ കോൾ ചെയ്യും നിങ്ങളെ. ക്യാമ്പസ് അംബാസഡർ ഇൻ്റർവ്യൂ പോലത്തെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാണോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു കോൾ രീതിയിൽ. എനിക്ക് കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കോളിൽ തന്നെ. ജസ്റ്റ് സിമ്പിളാണ്, നോർമൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു വഴിയിലൂടെ അറിയാൻ പറ്റും. പിന്നീട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്സിൽ തന്നെ കുറേ ഇൻറ്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് നമ്മുടെ കോളേജിൽ കണക്ട് ചെയ്യും. അപ്പോൾ അവർ തന്നെ ഇതുപോലെ 5,000 ബൈ ഷെയറിങ് അവർ ഇൻറ്റേൺഷിപ്സ് എന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യും. അതൊക്കെ നമ്മൾ തപ്പിപ്പറക്കി എടുക്കുന്നത് പോലെ ഇരിക്കും. നമ്മൾ നല്ല നല്ല കമ്പനീസ് നോക്കിയെടുക്കുക. കുറേ കമ്പനീസ് ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊക്കെ ആഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളുള്ള ഇതൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കിക്കണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏണിംഗ് സിസ്റ്റമാണ് ഇതുപോലെ ക്യാമ്പസ് അംബാസഡർ ആയിട്ടുള്ളത്. തീർച്ചയായും വീഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നല്ലോണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ഞാൻ അവിടെ ചെക്കൗട്ട് ചെയ്യുന്നതാണ്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ക്യാമ്പസ് അംബാസഡർ എന്നല്ല, ഇതുപോലെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് അറിയാവുന്നത് ഞാൻ ചെയ്ത് എക്സ്പീരിയൻസ് ആവുകയാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഈ ഒരു ചാനൽ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.